യെശയ്യാ പ്രവാചക 54 അധ്യായത്തിന്റെ 10 വാക്യം എന്ന് വായിച്ചു. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ആരാ അരുളി ചെയ്തത്? ആമേൻ. ദൈവം അരുളി ചെയ്തേക്കുന്നത്. ഹല്ലേലൂയ. എന്താ പറയുന്നത്? ഹല്ലേലൂയ. കുന്നുകൾ നീങ്ങിപ്പോകും, പർവ്വതങ്ങൾ നീങ്ങിപ്പോവും, മാറിപ്പോകും, കുന്നുകൾ നീങ്ങി, എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എന്റെ സമാധാനം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ഹല്ലേലൂയ കരുണ, ദൈവത്തിന്റെ ഹല്ലേലൂയ സമാധാനം, ഇതൊക്കെ ഉള്ള ആ ദൈവത്തെ കുറിച്ച് പറയുന്നത്, ദൈവ കരുണയുള്ള സമാധാനം ദൈവം അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മളോട് ദൈവത്തിന്റെ ഹല്ലേലൂയ ദയ നമ്മളെ വിട്ട് മാറിപ്പോകത്തില്ല ഒരു നാളെ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറഞ്ഞ രണ്ട് കാര്യം, കുന്നുകൾ നീ പർവ്വതം നീ മാറി, ഇത് രണ്ടും സംഭവിക്കാൻ ചാൻസ് ഇല്ലാത്ത കാര്യങ്ങളാണ്. ആ രണ്ടും സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ, പക്ഷെ ഇതിന് മുമ്പോട്ടുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ദൈവത്തിന്റെ പല പല പ്രോമിസുകൾ ഇവിടെ കൃത്യമായി നമുക്ക് ആദ്യം തുടങ്ങി വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ദൈവം എത്രത്തോളം ആണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ജനത്തിന് വേണ്ടിയിട്ടുള്ള പ്രോമിസുകളൊക്കെ. ഇത് പഴയ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നെങ്കിലും ഇത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചേക്കും നമ്മുടെ ജീവിതത്തിലാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് ദൈവം മാറിപ്പോകാതെ ദൈവത്തിന്റെ ദയ കരുണ ഇതൊക്കെ അതുപോലെ ദൈവം നമ്മുടെ കൂടെ വന്ന് വസിക്കുന്ന അവസ്ഥയൊക്കെ അവിടുത്തെ. അതുപോലെ ഇവിടെ പറയുന്ന 5-ാം വാക്യം പറയുന്നത് വായിക്കാം. ആദ്യം തുടങ്ങി വായിച്ചു സിസ്റ്റർ. ആദ്യം വരെ വായിച്ചു. പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്ക, നോകിട്ടില്ലാത്തവളെ പൊട്ടിയാർത്ത് ഘോഷിക്ക, ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളെക്കാൾ അധികമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക, നിന്റെ നിവാസങ്ങളുടെ തിരിശിലകളെ അവർ നിവർക്കട്ടെ, തടുത്തു കളയരുത്. നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല, ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകുകയില്ല. നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും, നിന്റെ വൈധവ്യത്തിലെ നിന്ന് ഇനി ഓർക്കുകയില്ല. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ, സർവ്വഭൂമിയുടെയും ദൈവമെന്ന് അവൻ വിളിക്കപ്പെടുന്നു. ഉപേക്ഷിക്കപ്പെട്ട് മനോവ്യസനത്തിലിരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. യൗവനത്തിൽ വിവാഹം ചെയ്ത് തള്ളിക്കളഞ്ഞ ഭാര്യ എന്ന പോലെ തന്നെ എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ക്രോധാഖ്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എന്റെ മുഖം നിനക്ക് മറച്ചു, എങ്കിലും നിത്യതയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും എന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളി ചെയ്യുന്നു. ഇത് എനിക്ക് നോഹയുടെ വെള്ളങ്ങൾ പോലെയാകുന്നു. നോഹയുടെ വെള്ളങ്ങൾ ഇനി ഭൂമിയെ മുക്കിക്കളയുകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തതുപോലെ ഞാൻ നിന്നോട് കോപിക്കുകയോ നിന്നെ ഭത്സിക്കുകയോ ഇല്ല എന്ന് ഞാൻ സത്യം ചെയ്തിരിക്കുന്നു. ഇവിടെ 4-ാമത്തെ വാക്യം പറയുന്ന ആദ്യത്തെ നമുക്ക് അറിയാം ആരെക്കുറിച്ച്, നമ്മളെ കുറിച്ചാണ് പറഞ്ഞത്. പ്രസവിക്കാത്ത മച്ചി ഘോഷി, ഗോവ് കിട്ടിയില്ല കുട്ടികളെ ഘോഷി, ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ള മക്കളേക്കാൾ അധികമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്ത് വിശാലമൊക്കെ, നിന്റെ നിവാസങ്ങളുടെ തിരശ്ശീല അവർ നിവർക്കട്ടെ, തടുത്ത കളയ, നിന്റെ കയറുകളെ നീട്ടുക, നീ കുറ്റികളെ ഉറപ്പിക്കുക, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. നിന്റെ സ്വന്തം ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യനാരങ്ങൾ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ ശേഷം കരയുന്നതായിട്ട് കാര്യം. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല, ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകുകയില്ല. നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും, നിന്റെ വൈദ്യവ്യത്തിലെ നിന്ന് നീ ഓർക്കുകയില്ല. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അവൻ പറഞ്ഞത് ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. കാരണം നമ്മൾ പലപ്പോഴും ഭയം എന്താണ്? ലജ്ജയായി പോവോ, നിന്ദയായി പോവോ, പരിഹാസമായി പോ എന്നൊക്കെയുള്ള ചിന്തകളാണ് നമ്മളെ ഭയപ്പെടുത്തുക. പക്ഷേ ഇവിടെ പറയുന്നത് ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല. അപ്പൊ ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകുകയില്ല. കാരണം ഇത് പറയുന്നത് സർവശക്തനായ കർത്താവ് തന്നെയാണ്, ദൈവം തന്നെയാണ് അരുളിച്ചത്. അപ്പൊ ദൈവത്തിന്റെ വാക്കുകൾ ഒന്നും പഴയ ഇത് എപ്പോഴും എങ്ങനെയാ നമ്മൾ ആ വചനത്തെ വിശ്വസിക്കുമ്പോഴാണ്, നമ്മൾ ആ വചനത്തെ ഏറ്റെടുക്കുന്ന സമയത്താണ്. അപ്പം
അതെങ്ങനെ ഇന്നലെ നമ്മൾ ചിന്തിച്ച വചനം പോലെ വചനം പല രീതിയിലാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വിതയ്ക്കപ്പെടുന്നത്. അപ്പൊ പല രീതിയിലേക്ക് വിതയ്ക്കപ്പെടുന്ന നമ്മുടെ ഹൃദയത്തെ നമ്മൾ എങ്ങനെ ഒരുക്കിയാലും നമ്മുടെ ഹൃദയത്തെ എങ്ങനെ നമ്മള് നല്ല നിലമാക്കിയാണോ, പാറപ്പുറമാക്കിയാണോ, മുള്ളിനിടയിലുള്ള സ്ഥലമാക്കിയാണോ, വഴിയരികാണോ എന്ന് നമ്മുടെ ഹൃദയത്തെ അല്ലെങ്കിൽ നമ്മളാകുന്ന നിലങ്ങളെ നമ്മൾ എങ്ങനെ ഒരുക്കുന്നതനുസരിച്ചേക്ക് അതിന്റെ ഫലം പുറപ്പെടും. വിതയ്ക്കപ്പെടുന്ന വചനത്തിന് വിഷയമൊന്നുമില്ല, വചനം സെയിം തന്നെയാണ്, വിധക്കാരനും സെയിം ആണ്. പക്ഷേ അതെങ്ങനെ നമ്മൾ റിസീവ് ചെയ്യുന്നതനുസരിച്ച് അത് റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി എങ്ങനെയാണ് അതിനെ നമ്മൾ സ്വീകരിക്കുന്ന അനുസരിച്ച് അതിന്റെ ഫലം എങ്ങനെ. അപ്പൊ നമ്മൾ കേൾക്കുന്ന വചനം അല്ലെ, എഴുതപ്പെട്ട വചനം അല്ലെ, പറയപ്പെടുന്ന വചനം, ഈ വചനം ഇപ്പൊ 1000 പേരുന്ന 1000 പേരെടുക്കിലേക്ക് ഒരുപോലെ അത് പറയുന്നത്. പക്ഷെ ഇരിക്കുന്ന വ്യക്തികൾ അതെങ്ങനെയാണോ അതിനെ റിസീവ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും ആ വചനത്തിന്റെ ഫലം എങ്ങനെയാ വരുന്നത്. സ്തോത്രം. നമ്മൾ കാണാറുണ്ട് നെല്ല് കൊണ്ടുവന്ന് എല്ലായിടത്തും വിതയ്ക്കാൻ പറ്റത്തില്ല. നെല്ല് വിളയണമെങ്കിൽ ചില പ്രത്യേക ആ മണ്ണിനും ആ ക്ലൈമറ്റും ഒക്കെ അനുകൂലമായിരിക്കും കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ ചില സംഭവങ്ങളൊക്കെ പാറപ്പുറത്ത് നന്നായിട്ട് പിടിക്കും. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ആ പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് ക്ഷണത്തിൽ വളർന്നു വരുന്നു, പക്ഷെ വേരില്ലാതെ ഉണങ്ങിപ്പോകുന്നു. പക്ഷെ പാറപ്പുറത്ത് പിടിക്കുന്ന ചില വിത്തുകളുണ്ട്. നമ്മൾ നോക്കല്ലേ, പാറപ്പുറത്തൊക്കെ മലയിലൊക്കെ നിൽക്കുന്ന ദേവദാരു ഒക്കെ എന്ന് വെച്ചാൽ ഏറ്റവും ബലമുള്ള മരമായിട്ടും ഏറ്റവും കരുത്തുള്ള മരമായിട്ടൊക്കെ കാണുന്നതൊക്കെ മലയിലാണ് പിടിക്കുന്നത്. അപ്പൊ അങ്ങനെ പാറപ്പുറത്ത് പിടിക്കുന്ന സംഭവങ്ങളുണ്ട്. പക്ഷെ എല്ലാ വിത്തും അങ്ങനെയല്ല. അപ്പൊ നമ്മള് ഇവിടെ പറയുന്നത് നമ്മളുടെ വചനമാകുന്ന വിത്തിന് നമ്മുടെ ഹൃദയമാകുന്ന നിലത്തെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ഹൃദയം എങ്ങനെ നമ്മൾ ഒരുക്കി ഹൃദയത്തെ എങ്ങനെ നമ്മൾ കട്ടയെ കുടച്ച് ഈ കഠിന ഹൃദയത്തോടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു വിത്ത് പോലും അവിടെ മുളയ്ക്കത്തില്ല അല്ലെ. ചില ആൾക്കാരുടെയൊക്കെ നമ്മൾ സുവിശേഷം എത്ര പറഞ്ഞാലും അവര് ഇതിലേക്ക് അവരുടെ ഹൃദയത്തെ ഒരു കഠിനമാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് അത് അവിടേക്ക് കയറി അതിന് അവിടെ ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നില്ല. അപ്പം നമ്മളാകുന്ന നിലം നമ്മുടെ ഹൃദയത്തെ കുറിച്ച്. അപ്പൊ നമ്മള് കേൾക്കപ്പെടുന്ന വചനം, അപ്പൊ നമ്മളൊരു വചനം വായിക്കുന്ന സമയത്ത് വചനം നമ്മളോട് സംസാരിക്കല്ല, നമുക്കത് ഇടപെടുക, നമ്മുടെ ഹൃദയത്തെ നമ്മൾ അതിനെ വിശ്വസിച്ച് പൂർണ്ണതയോട് അങ്ങ് ഏറ്റെടുക്കുകയാണെങ്കിൽ ആ വചനം നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതായിട്ട്, വചനം വെറുതെ വരുന്ന വചനത്തിന്റെ പ്രവൃത്തിയോടെ നടക്കുന്നതായിട്ട് മനസ്സിലാകാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടില്ല, എന്നോട് ആദ്യം വിശ്വാസത്തിൽ വന്ന സമയത്ത് എന്നോട് ദൈവം ഇടപെട്ടൊരു വചനമാണ്, നിന്റെ തലയത്തെ മുടിയുണ്ടോ നീ അറിയാം, നല്ലൊന്ന് താഴെ വേണം ഞാൻ അറിഞ്ഞു വീഴത്തുള്ളൂ. അത് ദൈവം എണ്ണിയിരിക്കുന്നു പറയുമ്പോൾ എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും എന്റെ ഉള്ളിൽ നീ വചനം പുറത്തേക്ക് വരും. അപ്പൊ എന്റെ മനസ്സിൽ പെട്ടെന്ന് തലയെ മുടി എണ്ണുന്ന ദൈവത്തിന് അറിയാണ്ട് എന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. പിന്നെന്തിനാ ഞാൻ വിഷമിക്കുന്നത്. അപ്പം അങ്ങനെ ദൈവമാണല്ലോ നമ്മുടെ ദൈവം. ആ വചനമാണ് എന്നെ വർഷങ്ങളോളം അപ്പം നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നുപോയ സമയത്ത് ഞാൻ പറഞ്ഞ ഇലക്ട്രിസിറ്റി വരെ അന്ന് റെന്റിന്റെ ചെക്ക് ബൗൺസ് ആയതുകൊണ്ട് അവരൊന്ന് ഓഫാക്കി വെച്ച സമയത്തും എന്റെ മനസ്സിൽ ഓഫാക്കാൻ അവരെ ദൈവം അനുവദിച്ചിട്ടല്ലേ ഓഫാക്കി. അപ്പൊ ദൈവം അനുവദിച്ചാണെങ്കിൽ പിന്നെ സാരമില്ല, നിങ്ങൾ എസ്കേപ്പ് അവിടെ തന്നെ കിടന്നേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞ 2 മാസത്തോളം ഞാൻ ആ ഫ്ലാറ്റിൽ നിന്ന് മാറാതെ അവിടെ തന്നെ താമസിച്ചു. കാരണം വേറെ ഒന്നും കൊണ്ടിട്ടല്ല. അന്നേരം എന്റെ മനസ്സിൽ തോന്നി നീ ഇവിടുന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ഞാൻ അത് ഫേസ് ചെയ്ത് നമ്മുടെ വീടുകളിലൊക്കെ ബ്രദറിന്റെ അടുത്തും സിസ്റ്ററുടെ അടുത്തൊക്കെ റൂം വെറുതെ കിടപ്പുണ്ട്. അപ്പൊ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നാളെ എന്റെ ജീവിതത്തിൽ ഈ പരീക്ഷ ചിലപ്പോൾ കടന്നു വരും. അപ്പൊ ഈ പരീക്ഷ ഇപ്പൊ ദൈവം അനുവദിച്ചാണെങ്കിൽ അതിനകത്തൂടെ അങ്ങ് പണിത് പോയേക്കാന്ന് വിചാരിച്ചത്. അങ്ങനെ പക്ഷെ എനിക്ക് ദൈവം കൃപയാൽ ഞാൻ പറയാമല്ലോ, ഭയങ്കര ചൂട് സമയത്താണ്, എനിക്കൊന്നൊരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമാണെന്ന് തോന്നുന്നു. ആ സമയത്തും കർത്താവ് എന്റെ റൂമിനുള്ളിൽ എനിക്ക് ഇരിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടുന്ന കൂളിംഗ് ഒക്കെ തന്നു തന്നെ ഇരുത്തിയത്. കറണ്ട് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ഇവിടുത്തെ അത് ഓഫ് ചെയ്യാൻ പറ്റും, പക്ഷെ റൂമിനുള്ളിൽ എന്ത് വേണമെന്ന് നമ്മൾ ഇരിക്കുന്നത് എങ്ങനെയായിരിക്കണമെന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ആ ബുദ്ധിമുട്ട് പക്ഷെ ഞാൻ അവിടുന്ന് മാറിപ്പോയിരുന്നെങ്കിൽ ആ ഫേസ് ചെയ്യാതെ മാറിയിരുന്നെങ്കിൽ ഹല്ലേലൂയ, അപ്പൊ അത് വീണ്ടും നമ്മുടെ ജീവിതത്തിലെ പരീക്ഷ അങ്ങനെ തന്നെ നിൽക്കും. അത് പരീക്ഷ നമ്മൾ ജയിക്കാൻ പറ്റും, പക്ഷെ അതിനുശേഷം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അവസ്ഥ ഉണ്ടായിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനെക്കാട്ടി വലിയ സ്ട്രഗിൾസിലൂടെ ഒക്കെ പോയിട്ടും ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ആ ഒരു പരീക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് പിന്നെ ഇതുവരെ വന്നിട്ടില്ല. കാരണം അതിനുശേഷം എന്നോട് ദൈവം ഇടപെട്ട വചനമാണ് ആമേൻ. മുകളിൽ നിന്ന് തരാതെ എന്റെ മേൽ നിനക്ക് യാതൊരു അധികാരമില്ലെന്ന് യേശു കർത്താവ് പറഞ്ഞു. അപ്പൊ മുകളിൽ നിന്ന് കൊടുക്കാതെ നമ്മുടെ മേൽ ആർക്കും ഒരു അധികാരം, ആൾക്കാർക്ക് നമ്മളോട് പലതും പറയാൻ പറ്റില്ല, പക്ഷെ പ്രവർത്തിക്കാനാണെങ്കിൽ മുകളിൽ നിന്ന് കൊടുക്കാതെ ആർക്കും ഒരു കാര്യം പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ പ്രതികൂല അവസ്ഥയിൽ കടന്നു പോകുമ്പോഴാണ് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഉപകാരമായിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് തിരിച്ചറിയാൻ പറ്റും.
നമ്മളെല്ലാരും വചനം കേൾക്കും, റിസീവ് ചെയ്യും. വചനത്തെ കുറിച്ച് നമ്മള് ആമേൻ വചനം നമുക്ക് ഭയങ്കര അനുഗ്രഹമാണ്. പക്ഷെ ഈ അനുഗ്രഹമായെന്നുള്ളത് നമ്മൾ പറയുകയാണെങ്കിൽ അതിന്റെ ടെസ്റ്റ് ഉടനെ തന്നെ വരും കേട്ടോ, വിഷമിക്കേണ്ട. ഞാനിവിടെ എന്ത് വചനം പറഞ്ഞാലും അന്നത്തെ ദിവസം തന്നെ എന്റെ ജീവിതത്തിൽ എന്റെ ടെസ്റ്റ് വരാറുണ്ട്. ഹാലേലൂയ. കാരണം വെച്ച് കഴിഞ്ഞാല് നിന്റെ ജീവിതത്തിൽ ഈ വചനം എങ്ങനെയാണ് ഹാലേലൂയ നീ വിശ്വസിച്ചേക്കുന്നത്, അല്ലെ എങ്ങനെയാണ് സ്വീകരിച്ചേക്കുന്നത് അറിയണമെങ്കിൽ, അല്ലെ ആ ടെസ്റ്റ് നമ്മുടെ മുമ്പ് വരുമ്പോഴേ നമുക്കത് മനസ്സിലാവും. അയ്യോ കർത്താവേ, ഈ വചനം എന്റെ ഇത് നേരത്തെ രാവിലെ സംസാരിച്ച്, അല്ലെങ്കിൽ ഇന്നലെ സംസാരിച്ചിരുന്നു ഹാലെ. അപ്പൊ അതുപോലെ ഓരോ ദിവസം ദൈവം പറയുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ ടെസ്റ്റ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ ഇവിടെ പറയുന്ന ആമേ ഹാലേലൂയ, നീ ലജ്ജിച്ചു പോകുകയില്ല, ഭയപ്പെടേണ്ട. ആമേ ഹാലേലൂയ, നീ ലജ്ജിച്ചു പോകുകയില്ല, ശ്രമിക്കേണ്ട, നീ നാണിച്ചു പോകുകയില്ല. ഹാലേലൂയ. അപ്പം ദൈവം നമ്മളോട് പറയാം, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഭ്രമിച്ചു പോകേണ്ട. മറ്റൊരിടത്ത് പറയും, നമുക്ക് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ അതിലെ ആമേ ഹാലേലൂയ, എന്താ പറയാ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇത് പറയാൻ കാര്യം എന്താ? ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നത് നമുക്ക് ശക്തി പോകുന്ന നിമിഷങ്ങൾ ഉണ്ടാകും. ദൈവത്തിന് നന്നായിട്ട് അറിയാം. നമുക്ക് സഹായം വേണ്ടുന്ന സമയങ്ങളുണ്ട്, ദൈവത്തിനറിയാം. ഇത് രണ്ടും ഉള്ളതുകൊണ്ട് അറിയാവുന്നത് കൊണ്ട് കർത്താവ് പറഞ്ഞേക്കുന്നത്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. സഹായം വേണ്ടാത്ത ഒരാളോട് ചെയ്തല്ലോ ഞാൻ സഹായിക്കാം കേട്ടോ സിസ്റ്റർ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം സഹായം വേണ്ടുന്നവര്. അപ്പൊ ദൈവം തന്നെ നമ്മളോട് പറഞ്ഞേക്കുന്നത് നമ്മളെ ശക്തീകരിക്കും, നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞേക്കാണ്. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇത് രണ്ടും സംഭവിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നതും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, ഭ്രമിക്കേണ്ട എന്ന് പറഞ്ഞു. കാരണം ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പല സാഹചര്യത്തിൽ ഇത് കടന്നു വരും. ദൈവത്തിന് നല്ല ഉറപ്പാ. അതുകൊണ്ട് പറയുന്നത് ഇത് രണ്ടും നിനക്ക് വേണ്ട, ഇവിടെ രണ്ടിടത്ത് ഞാൻ നിന്റെ ആമി സഹായിക്കാം. അപ്പൊ ഹാലില അപ്പൊ സഹായിക്കാം. എന്നിട്ട് പറയുന്നത് എന്താ? ലജ്ജിച്ചു പോകുകയില്ല, നീ ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു ഭ്രമിക്കേണ്ട, നീ നാണിച്ചുമില്ല. നിന്റെ യൗവനത്തിൽ ലജ്ജ നീ മറക്കും, നിന്റെ വൈദ്യവ്യത്തിൽ നിന്ന് ഇനി നീ ഓർക്കുകയില്ല. ഹാലില്ല. അപ്പം യൗവനത്തിലുള്ള ലജ്ജയെ കുറിച്ചും വൈദ്യവ്യത്തിൽ നിന്നെ കുറിച്ചും അടുത്ത ദൈവം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഹാല ഇത് ദൈവം എന്നോട് പലപ്പോഴും ഇടപെട്ടിട്ടുള്ള ഒരു വാക്യാണ്. അല്ല, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈനികളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. അപ്പൊ നമ്മളെ സൃഷ്ടിച്ച ദൈവം നമുക്ക് പിതാവായിട്ട് മാത്രമല്ല, ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഭർത്താവായി തന്നെ മാറുന്നു. ഹല്ലേലൂയ. അപ്പൊ ആ ദൈവം നമ്മുടെ ഭർത്താവായിരിക്കും. ഞാൻ പറയുന്ന ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിനോട് ഹല്ലേലൂയ പറയാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല, അല്ലേ? മറ്റുള്ളവരൊക്കെ പറയാൻ പറ്റുന്ന ലിമിറ്റേഷൻ, പക്ഷെ ദൈവം ഒരു ഭർത്താവിനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം ആ സമയങ്ങളിൽ നമുക്ക് എന്ത് കാര്യം വേണമെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഭർത്താവ്, സൃഷ്ടാവുന്നതിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്ന അവന്റെ നാമം. അപ്പൊ ദൈവത്തിന്റെ ആ ഭർത്താവിന്റെ നാമം എന്താന്ന് ചോദിച്ചപ്പോ സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നതിന്റെ നാമം. അവിടെ യഹോവ ഇരയെന്നോ യഹോവ ഷമ്മി എന്നോ യഹോവ നിസ്യ എന്നല്ല പറഞ്ഞേക്കുന്നത്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നതാണ്. കാരണം ഈ കാണുന്ന സർവ്വ സൈന്യാധിപനായ ദൈവമാണ് നിന്റെ ഭർത്താവായിട്ട്. എന്ന് വെച്ചാൽ ആ ദൈവത്തിന് കഴിയാത്തതായിട്ട് മുൻപിൽ ഒരു ശത്രു പോലും നിന്റെ നേരെ നിൽക്കാനായിട്ട് ഇടയാകത്തില്ല. കാരണം സർവ്വ സൈന്യാധിപനായ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമമാകും ആ ദൈവമാകും നമ്മുടെ ഭർത്താവായിട്ട് നിൽക്കുന്ന സമയത്ത്. എന്ന് വെച്ചാൽ നിന്നെ തൊടാനായിട്ട്, നിന്റെ നേരെ നിൽക്കാനായിട്ട്, നിനക്കെതിരെ പൊരുതാനായിട്ട് നിന്നെ തോൽപ്പിക്കാനായിട്ട് ഈ ലോകത്തൊന്നിനും സാധിക്കില്ല. കാരണം സർവ്വ സൈന്യത്തിന്റെയും അധിപനായ യഹോവയാകുന്നു നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കർത്താവ് നമ്മുടെ ഭർത്താവ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് നിൽക്കുന്ന സമയത്ത് അവിടെ വേറെ ഒരു പേരുമല്ല ദൈവം ഉപയോഗിച്ചിരിക്കുന്ന യഹോവ എന്ന നാമം സർവ്വസൈന്യ. അപ്പൊ എന്താ പറയാ, സർവ്വ സൈന്യാധിപനായ ദൈവത്തെ കുറിച്ച് ദൈവം എന്നാ പറഞ്ഞേക്കുന്നത്. സൈന്യങ്ങളുടെ യഹോവ. കാരണം വെച്ചാൽ നമ്മൾ പലയിടത്തും സൈന്യങ്ങളുടെ യഹോവയെ ദൈവത്തെ യുദ്ധ സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അനേക ലക്ഷക്കണക്കിന് യുദ്ധ ധീരന്മാരായിട്ട് നയിക്കപ്പോ ഒന്നുമില്ലാതെ ചെന്ന് നിൽക്കുന്ന ഇടി മുഴക്കി ദൂതനെ അയച്ച് വെറും 300 പേർ നക്കിക്കുട്ടിക്കുന്ന 300 എണ്ണത്തിന് മതിയെന്ന് പറഞ്ഞ വെറും മൺകുടവും പന്തവുമായിട്ടും ഒക്കെ ഇങ്ങനെ തോൽപ്പിച്ച് കളയുന്ന വലിയ വലിയ സൈന്യങ്ങളെ തോൽപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തിയും മഹത്വം നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെയെല്ലാം. അപ്പൊ യഹോവയുടെ പേര് പറഞ്ഞു മുമ്പിൽ നിന്ന് സ്തോത്രം പാടിയപ്പോൾ യഹോവയ്ക്ക് ആർപ്പിട്ട
കേട്ടപ്പോൾ ഹാലയിലെ ആമ എരിഹോയൊക്കെ താഴേക്ക് വീണതല്ലോ, അതുപോലെ ഹാലയിലെ യുദ്ധസ്ഥലത്തേക്ക് പോയ പല രാജാക്കന്മാരെ ഹാലെ ദൈവം മുൻപിലുണ്ട്, നിങ്ങൾ പോന്നോളൂ എന്ന് പറഞ്ഞ സമയത്ത് അവർ ഒരു യുദ്ധവും ചെയ്യാതെ അവർ ജയിക്കുന്ന കാണാം. അപ്പൊ ദൈവത്തിന് ആ സൈന്യങ്ങളുടെ യഹോവയാകുന്ന ദൈവത്തിന്റെ മുമ്പിൽ ആമി ഈ ലോകത്തുള്ള ഒരു ശത്രുവിന് ഹാലയിലെ ആമി അത് അന്ധകാര മണ്ഡലമാകട്ടെ, മാനുഷ്യ ശക്തികളാകട്ടെ, ഭരണ അധികാരികളാകട്ടെ, ആമി എത്ര വലിയ ആധിപത്യങ്ങളാകട്ടെ, ഇതിനൊന്നിനും ഏത് വാഴ്ചകളാകട്ടെ, ഇതിനൊന്നിനും ജയിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു ആമീൻ ദൈവമാണ് നമ്മുടെ ഭർത്താവ് നമ്മുടെ കൂടെ കയറി നിൽക്കുന്നത്. അതുകൊണ്ടാണ് നീ ഭ്രമിച്ചു പോകേണ്ട, നീ നാണിച്ചു പോകില്ല, നീ ലജ്ജിച്ചു പോകുകയില്ല, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹാലലി പ്രഭാതത്തിൽ അവൻ നമ്മളോട് ഓരോരുത്തർ ദൈവം പറയുന്നത് ഹാലെ നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രതികൂലങ്ങൾ നിങ്ങൾക്ക് സഹായിക്കാൻ ആരുമില്ല എന്ന് തോന്നലുകൾ ഉണ്ടാകുന്ന സമയത്ത് ഹാലെ ദൈവം പറയും ഞാനുണ്ട്. ഹാലെ ആരായിട്ടാ ആമേ ഒരു ദൈവമായിട്ടല്ല നിൽക്കുന്നത്, നിന്റെ ഭർത്താവ് എന്ന സ്ഥാനത്ത് ഞാൻ കയറി നിൽക്കും ഹാലെ നിനക്ക് വേണ്ടിയിട്ട്. ഹാലെ അപ്പൊ നിന്നെ തൊടണമെങ്കിൽ നിനക്ക് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ എന്നെ തൊട്ടതിന് ശേഷം അങ്ങോട്ട് വരും. ഹാല അപ്പൊ ആ ദൈവം ഹാല അതുപോലെ അവസ്ഥയിൽ നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവത്തെ കാണുന്നത്. അടുത്ത പറയുന്ന നിന്റെ വീണ്ടെടുപ്പുകാരൻ ഹാലിൽ സർവ്വഭൂമിയുടെയും ദൈവം എന്ന് അവൻ വിളിക്കപ്പെടുന്നു. നമ്മളെ വീണ്ടെടുത്തിരിക്കും. നമ്മളൊരു നല്ല വീണ്ടെടുപ്പുകാരനെ കുറിച്ച് കേൾക്കുന്നു രൂത്തിന്റെ പുസ്തകത്തിൽ അല്ലേ. ഹല്ലേലൂയ. അപ്പൊ അവിടെ ബോവസ് എന്നൊരു വീണ്ടെടുപ്പുകാരൻ, അപ്പൊ ഒരു ബോവസ് എന്നൊരു വീണ്ടെടുപ്പുകാരൻ വന്നപ്പോ രൂത്തിന്റെ ജീവിതം മാറി മറിഞ്ഞ് നമ്മൾ കാണുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ കർത്താവ് ഹാലയിൽ പറയുന്നത് നിന്റെ വീണ്ടെടുപ്പുകാരൻ സർവ്വഭൂമിയുടെ ദൈവം എന്ന് വിളിക്കപ്പെടും. അപ്പൊ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ഒരു ദേശത്തിന്റെ അവൻ കുറച്ച് വയലിന്റെ ഉടമസ്ഥനല്ല, സർവ്വഭൂമിയുടെയും ദൈവമാകുന്ന യഹോവയാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. അപ്പൊ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്ന ദൈവത്തിന്റെ ഭൂമി അതിന്റെ പൂർണ്ണതയും ഹാല് യഹോവയ്ക്കുള്ളതാണ്. നമ്മൾ ഇനി ഭൂമിയിലായിരിക്കുമ്പോൾ ഹാല് നമ്മുടെ എന്ത് ആവശ്യങ്ങളുടെ മേലാണെങ്കിൽ ഹാല് എന്ത് കാര്യം നടത്തണമെങ്കിൽ ഹാല് ഇതിന്റെ ഉടമസ്ഥനായ ഹാല് സർവ്വഭൂമിയുടെ എന്താ പറയാ ഇവിടെ പറയാ നിന്റെ സർവ്വഭൂമിയുടെ ദൈവമായ ഹാലയിലെ ആ ദൈവം നമ്മുടെ വീണ്ടെടുപ്പുകാരനാണെങ്കിൽ നമ്മൾ എന്തിനാ ഭയപ്പെടേണ്ട കാര്യം? ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇപ്പൊ ഞാൻ പറയാണ് യുഎയിലെ ഹാലയിലെ റൂളറ് അല്ലെ നമ്മളെ വീണ്ടെടുത്തേക്ക് നിന്നെ ഞാൻ ദത്തെടുത്ത് മോളെ നീ പോരുന്നു, അല്ലെ നീ ഇപ്പൊ എന്റെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നാളെ അയ്യോ ഞാൻ എവിടെ താമസിക്കും, ഞാൻ എന്ത് കഴിക്കും, എന്ത് കുടിക്കും, അപ്പൊ എങ്ങനെയോ യാത്ര ചെയ്യുന്നൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ രാജാവ് അല്ലെങ്കിൽ ഒരു ദേശത്തിന്റെ അധിപതി ആയോ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയാം അവിടെ സാറാമ്മ സിസ്റ്ററോട് പറയാം, അവിടെ നരേന്ദ്രമോദി പറയും സാറാമ്മ സിസ്റ്റർ പോരാ ഞാൻ വീണ്ടെടുത്ത് ഞാൻ എന്താ പറയാ ദത്തെടുത്തുകയാണ്, എനിക്ക് എന്റെ എല്ലാത്തിനും ഇനി അധിപതിയാ അല്ല എല്ലാത്തിന്റെ ഉടമസ്ഥയാന്ന് പറയുമ്പോ താറാമസ് നാളെ അയ്യോ ഞാൻ എങ്ങനെ സഞ്ചരിക്കും, ഞാൻ എന്ത് കഴിക്കും, എന്ത് കുടിക്കുന്നു, ഉത്കണ്ഠപ്പെട്ട കാര്യമുണ്ട്. ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാല് അത്രയും വെറും ഒരു രാജ്യത്തിന്റെ ഒരു ദേശത്തിന്റെ ഒരു ഭരണാധികാരി ആയിരിക്കും ഒരു വ്യക്തി നമ്മളെ വീണ്ടെടുത്താൽ പോലും നമ്മുടെ കാര്യങ്ങളെല്ലാം ഹാലയിലെ നടക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അവൻ സർവ്വഭൂമിയുടെ ഉടമസ്ഥനായ സർവ്വഭൂമിയുടെയും ദൈവമായ ഈ അഖിലാണ്ടത്ത് ഉടയവനായ സർവശക്തനായ ദൈവം പറയാം ഞാൻ ആ കുഞ്ഞ് നിന്റെ വീണ്ടെടുപ്പുകാരെന്ന് പറഞ്ഞേക്കാം. അപ്പൊ ആ ദൈവം പറയാം ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരെന്ന് പറയുമ്പോഴത്തേന് അല്ലെങ്കിൽ ഞാൻ നിന്റെ ഭർത്താവാകുന്നു ഇതെല്ലാം പറയുമ്പോഴത്തേന് അല്ലെങ്കിൽ നമുക്കാർക്കും അതിലൊന്നും വലിയ വിശ്വാസമില്ല, അതിലൊന്നും ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലൊക്കെ. കാരണം നമ്മള് ഒന്നുമില്ലാതെ ഒരു ഇച്ചിരി എന്തെങ്കിലും ഇതുള്ള ആൾക്കാർ മനുഷ്യൻ എന്തെങ്കിലും പറഞ്ഞ നമ്മള് ദൈവമേ ഹാലെ ഇപ്പൊ ഞാൻ എല്ലാവരും കുഴപ്പമില്ലാട്ടെ ഞാൻ ഓക്കെ ആട്ടെ, കാരണം വെച്ചാൽ ആ മനുഷ്യൻ എന്നെ സഹായിക്കാന്ന് പറയും. ഇതാണ് നമ്മളായിട്ട് നമ്മുടെ ചിന്ത. പക്ഷേ അവൻ നമ്മളോട് പറയും ദൈവത്തിന്റെ വലിപ്പത്തെ കുറിച്ച്. ആ ദൈവം സർവ്വ സൈന്യാധിപനായ ഹാലിലെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹാലെ നമ്മുടെ ഭർത്താവ് നിൽക്കും. അതുപോലെ അവൻ സർവ്വഭൂമിയുടെ ദൈവമായ യഹോവയാണ് നിന്റെ വീണ്ടെടുപ്പുകാരൻ എന്ന് പറയുമ്പോൾ നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു പോകേണ്ട എന്നെല്ലാം പറയുമ്പോൾ നീ ലജ്ജിച്ചു പോകില്ല, നീ നാണിച്ചു പോലെ ഇതെല്ലാം പറയുമ്പോഴും നമ്മുടെ ഹൃദയത്തെ തണുപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് പാഴായി വരുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് അത് നല്ല നിലത്ത് വീഴുന്നില്ല, അത് ഫലം പുറപ്പെടുവിക്കുന്നില്ല. ഹാലേലിയ. അപ്പം ആ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ സർവശക്തൻ ആ ദൈവത്തെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നാണ് അർത്ഥം. ദൈവം എപ്പോഴും നമ്മളോട് വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുക അല്ലേ? ആ വചനം നമ്മുടെ നേരെ വരുന്ന സമയത്ത് നമ്മൾ ആ വചനത്തെ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ആ വചനത്തിന് മുമ്പിൽ ഉറപ്പ് പ്രാപിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ നമ്മുടെ ദൈവത്തെ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെ കാര്യം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദൈവം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്ന ഓരോ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗമൊക്കെ ദൈവം തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ ദൈവം അരുളി ചെയ്യുന്നത് പോലും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ദൈവം നമ്മളോട് പറഞ്ഞിരുന്ന പ്രോമിസുകളൊന്നും നമുക്ക് ഹാലേലിയ നമ്മുടെ കഷ്ടതകളിൽ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അത് ഓർത്തെടുത്ത് ഹാലേലിയ അതിൽ ആശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ലോകത്തൊന്നിനും നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല.
അല്ല, ഇന്ന് നമ്മുടെ കയ്യിൽ കുറച്ച് സമ്പത്ത് വരുമ്പം സന്തോഷിക്കാൻ കഴിയും, നമുക്ക് നല്ല ജോലി കിട്ടുമ്പോൾ സന്തോഷിക്കാൻ കഴിയുന്നു, നമുക്ക് നാളെ അത് പോകുമ്പോൾ സന്തോഷം പോകുന്നുവെങ്കിൽ നമ്മൾ ഈ ലോകത്തിലെ ആശ്രയിക്കുന്നു, ദൈവത്തിലല്ല ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ലോകത്തിൽ ആശ്രയിക്കുന്നവരാകാൻ വേണ്ടിയിട്ടല്ല ദൈവം ഇത്ര കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് പീഡകൾ അനുഭവിച്ച് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. എന്തിനാ വെച്ചാൽ നമ്മൾ പൂർണ്ണമായും ദൈവത്തിലാണ്. നമ്മുടെ ദൈവത്തിന് ഒരൊറ്റ നിർബന്ധം മാത്രമേ ഉള്ളൂ, ദൈവത്തിന്റെ മക്കള് ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തെ വിശ്വസിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ അനുസരിക്കണം. ഇതൊക്കെ ഉള്ളു ആഗ്രഹം. ഹല്ലേലൂയ. അല്ലാതെ നിങ്ങൾ എനിക്ക് അത് കൊണ്ടുത്താ ഇത് കൊണ്ടുത്താന്നൊന്നും അല്ല ദൈവം പറഞ്ഞിരിക്കുന്ന. എവിടെ നമ്മൾ വിശ്വസിക്കുക തന്നെ വേണം. അടുത്ത പറയുന്ന ഹല്ലേലൂയ, മനോവ്യസനത്തിരിക്കുന്ന സ്ത്രീ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. ആമീൻ. മനോവ്യസനത്തിരിക്കുന്ന സ്ത്രീ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. അതാ ജനത്തോട് പറയും. പക്ഷെ നമ്മളിവിടെ നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കുന്നതായിട്ട് തന്നെ വചനം ഏറ്റെടുത്താൽ മതി. യൗവനത്തിൽ വിവാഹം ചെയ്ത് തള്ളിക്കളഞ്ഞ ഭാര്യ എന്ന പോലെ തന്നെ എന്ന് നിന്റെ ദൈവം അറിയിച്ചു. അടുത്ത പറയുന്നത്, അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും മഹാകരുണ ഞാൻ നിന്നെ ചേർത്തു. ക്രോധാധിക്യത്താൽ ഞാൻ ക്ഷണനേരത്തേക്ക് എന്റെ മുഖം നിനക്ക് മറച്ചു എങ്കിലും നിത്യതയോടെ ഞാൻ നിന്നെ അത് കരുണ കാണിക്കും എന്ന് നിന്റെ വീണ്ടെടുപ്പാൻ യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. അവിടെ പറഞ്ഞേ ക്ഷണനേരത്തെ, ദൈവത്തിന്റെ ക്ഷണനേരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും, പൗലോസ് അപ്പോസ്തലൻ പറയും, ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തെ കുറിച്ച് പറയുന്നത് നൊടി നേരം. അപ്പൊ ക്ഷണനേരത്തേക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പം അത് ദൈവം എന്നോട് പറഞ്ഞ പറയും, കുഞ്ഞ് ക്ഷണ നേരത്തേക്ക് അന്നേരം 5 വർഷം തുടങ്ങിയിട്ട്. അപ്പൊ ദൈവത്തിന് അത് 5 ദിവസം പോലെ ഉണ്ടാകത്തുള്ളൂ അല്ലേ? ഹല്ലേലൂയ. അപ്പൊ ഒരു ദിവസം 1000 ദിവസം പോലെയൊക്കെ എന്ന് പറയാം. അപ്പൊ നമ്മുടെ ഇവിടുന്ന് കണക്ക് കൂട്ടി അയ്യോ 1000 ദിവസം നമ്മൾ ഏകദേശം 3 വർഷമായി. ഹല്ലേലൂയ. അപ്പം ഇതാണ് നമ്മൾ. പക്ഷെ ദൈവം പറയും ഒരു നൊട്ടി നേരത്തേക്കുള്ള കഷ്ടം എന്ന് പറയാം. ഹല്ലേലൂയ. കാരണം എന്നാ അമ്മ ദർശനം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ദർശനം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കണ്ടായിരുന്നു വലിയ നടപ്പ് ഇങ്ങനെ ഉണ്ട് ഹാലിൽ. അത് മലകളിലും കുന്നുകളും മരുഭൂമിയും ഹല്ലേലൂയ ആമ വെള്ളച്ചാട്ടത്തിൽ കൂടെ ഒക്കെ ഇങ്ങനെ നീണ്ട നടപ്പെന്ന് വെച്ചാൽ കുറേ നേരം നടക്കുന്ന കാണുന്നുണ്ട്. അപ്പൊ ആ നടപ്പൊക്കെ ഇത്ര ദീർഘമായ നടപ്പാന്ന് ഞാൻ ആലോചിച്ചില്ല കേട്ടോ, അന്ന് ഞാൻ ഓർത്തില്ല. 5 വർഷം. അപ്പൊ ഇന്ന് നമ്മുടെ കഷ്ടത എന്നല്ലെങ്കിൽ വലിയ പരീക്ഷ നമ്മുടെ മുമ്പിലേക്ക് നിൽക്കുമ്പം അതെന്നെ ഓർമ്മിപ്പിക്കുക ആ ദർശനം. കാരണം ഞാൻ പറഞ്ഞത് ഞാൻ പറയും, കാലൊക്കെ പൊട്ടി രക്തമൊക്കെ വാർന്നൊഴി ഹല്ലേലൂയ അങ്ങനെ പഴുത്ത് അതുപോലെ വേദന ശരീരത്തിൽ. ആ സ്വപ്നം ഇപ്പോഴും ഓർക്കുമ്പോൾ എന്റെ ശരീരം മൊത്തം വേദനിക്കുന്നുണ്ട് തോന്നും. കാരണം അതുപോലെ പെയിൻ ഞാൻ അനുഭവിച്ചാണ് നടക്കുന്നത് എന്ന് ഹരദൈവം എനിക്ക് കാണിച്ചു. കാരണം ആ മുറിവുണ്ടായ ശരീരമൊക്കെ മുറിഞ്ഞ് രക്തമൊക്കെ ഒഴുകുന്ന അവസ്ഥയുള്ള വേദന. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് പാറപ്പുറത്ത് നിന്നിരിക്കുന്ന സമയത്ത് അഴിക്കും മനസ്സിലാകുന്നുണ്ട് കാലിലൊരു പോറൽ പോലും ഇല്ലാന്ന്. പക്ഷെ അത് വെച്ചാൽ നമുക്ക് മനസ്സിലാകേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവം പറഞ്ഞു തന്ന കാര്യം എന്താ വെച്ചാൽ, നിനക്ക് ശരീരമൊക്കെ കീറി മുറിയുന്ന വേദന ഉണ്ടാകും. പക്ഷെ അത് ശരീരത്തിൽ യഥാർത്ഥത്തിൽ വീഴുന്ന മുറിവല്ല. അതൊക്കെ നമ്മുടെ ജീവിത അനുഭവത്തിലൂടെ വരുന്ന മുറിവുകൾ. അതിന്റെ ഒന്നും മുറിവിന്റെ പാട് നോക്കി കാണത്തില്ല കേട്ടോ. കാരണം നമ്മുടെ ഹൃദയത്തിൽ വരുന്ന വേദനയും വിഷമവും രക്തം കിനിയുന്ന പോലുള്ള അവസ്ഥയിൽ കൂടെ ഒക്കെ നമ്മൾ പോകുന്നതായിട്ട് നമ്മൾ അനുഭവപ്പെടും. പക്ഷെ അതിനകത്ത് എവിടെയെങ്കിലും മുറിവ് നോക്കി കാണാൻ പറ്റുമോ? ഇല്ല. മുറിവ് നോക്കട്ടെ അപ്പൊ അതുപോലുള്ള അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നതാണ് ഹല്ലേലൂയ. അത് പറഞ്ഞതൊക്കെ ചില സമയത്ത് ഇങ്ങനെ അതുപോലെ കഠിനമായ ശോധന വരുമ്പോ അയ്യോ കർത്താവേ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഈ ദർശനം മുമ്പിലേക്ക് കയറി ഒരു സ്വപ്നം കാണിച്ചത് ഹല്ലേലൂയ കാണുക വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ കൊണ്ടുപോകുന്ന ചോദ്യം വരും. അപ്പൊ നമ്മൾ മിണ്ടാതത് ഹല്ലേലൂയ അത് സഹിച്ചു പോവുക തന്നെയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ പറയുന്നത് അല്പനേരത്തെ ഹല്ലേലൂയ ഞാൻ മാത്രം നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും കരുണയുടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളാം. ഒരു കാര്യം ഞാൻ പറയാം, ദൈവം നമ്മളെ കടത്തിവിടുന്ന അല്പസമയത്തെ ഏതെങ്കിലും കാരണത്താൽ നമ്മൾ ഉപേക്ഷിച്ചെന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ കടന്നു പോകുന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളൊന്നും കേൾക്കുന്നില്ല എന്നല്ല, അതിനൊന്നും മറുപടി വരുന്നില്ല, കേൾക്കാതിരിക്കത്തില്ല. പക്ഷെ നമുക്ക് തോന്നലാണ് ദൈവം കേൾക്കുന്നില്ല, ദൈവം അതിന് മറുപടി. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ എനിക്കറിയാം പിന്നെ ദൈവം പറഞ്ഞു ഇവിടെ മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളുന്ന ആ മഹാ എന്നുള്ള വാക്കുകളൊക്കെ എവിടെ ഉപയോഗിച്ചിട്ടുണ്ടോ അതിന് ഒരിക്കലും ഹല്ലേലൂയ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു അത്ര അധികമായിരിക്കും അതൊന്നും നമുക്ക് ദൈവം ഒരിക്കൽ വെളിപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ അബ്രഹാമിനെ കുറിച്ച് മഹാസമ്പന്നൻ എഴുന്നേക്കെന്ന് പറഞ്ഞപ്പോൾ ദൈവം നിനക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല ആ സമ്പന്നത എത്രയാണെന്ന്. ഹല്ലേലൂയ അതുപോലെ മഹാസമ്പന്നത അതിലെ മഹാകരുണയെന്ന് പറയുമ്പോൾ ദൈവോട് അങ്ങനെ എഴുതിയേക്കുന്ന അറിയാം അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറമായ ദൈവത്തിന്റെ കരുണയാണെന്ന് വെച്ചാൽ അങ്ങനെ ദൈവം അനുവദിച്ച് ദൈവം തള്ളിക്കളഞ്ഞ ചില സമയത്ത് ദൈവം മുഖം മറച്ച് ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അങ്ങനെ ദൈവം ആ ഒരു വിഷയത്തിൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ അത് നമ്മുടെ നേരെ വരുത്തില്ല.
ഇനി എന്താണോ നമ്മളെ അത്രത്തോളം പ്രയാസപ്പെടുത്തുന്നത്, അത്രത്തോളം ഹാലയില് നമ്മുടെ ജീവിതത്തിൽ മുൻപിൽ ഒരു കാരണവശാലും നമുക്ക് ജയിച്ചതിനെ കയറാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന ചില വിഷയങ്ങൾ മുമ്പ് നിൽക്കുന്നെങ്കിൽ ഹാലയില് അതിനൊക്കെ വിടുതലില്ലേ എന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയാം, പിന്നെ അതിലൊരു വിടുതൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ വിഷയം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകത്തില്ല. അവസാനം വരെ ജീവിത അവസാനം വരെ പറയാം, ആ വിഷയം പിന്നെ ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രതിസന്ധിയായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കത്തില്ല. കാരണം അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഫറവോന്റെ സൈന്യത്തെ ചെങ്കടലിൽ ആഴങ്ങളിലേക്ക് മുക്കിക്കളഞ്ഞതുപോലെ ചിലത് മുക്കിക്കളയാൻ വേണ്ടിയിട്ട് ദൈവം എന്താ വെച്ചാൽ പിന്നാലെ പിന്തുടർച്ച പോലെ അയച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ഹൃദയത്തെ കഠിനമാക്കി. എന്തിനാ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കിയെന്ന് വെച്ച് ദൈവം പറയും, കഠിനമാക്കിയതിന് ഒരു ഉദ്ദേശമുണ്ട്. എന്താ? പിന്തുടരാം, അവന്റെ ചിന്ത പിന്തുടരാം, പിടിക്കാം, കൊള്ള കൊണ്ട് പങ്കിടാം എന്ന് പറഞ്ഞ പോലെ ഇവരെ തിരിച്ചു കൊണ്ടുവന്ന് പറഞ്ഞു വരുമ്പോൾ ദൈവം അത് അനുവദിച്ചു കൊടുക്കുന്നത്. അപ്പം പലപ്പോഴും അവർക്ക് തോന്നിക്കണം, അവിടെ നിന്ന് 10 ബാധയൊക്കെ അയപ്പിച്ച് വിടുവിച്ച് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് മരുഭൂമി കൂടെ നടത്തുമ്പോൾ വീണ്ടും ഫറവോനും സൈന്യം പുറകെ വരുന്നത്. ഈ ദൈവത്തിന് വരെ ഒഴിവാക്കി തന്നൂടാന്ന് കർത്ത, എന്തിനാ ഇവരിങ്ങോട്ട് അയച്ചെന്ന് ചോദിച്ചാൽ പിന്നീട് മുൻപോട്ടുള്ള ജീവിതത്തിൽ മുൻപോട്ടുള്ള യാത്ര നിനക്ക് ഒരിക്കലും അത് ഭീതിയായി നിന്റെ മനസ്സ് നിൽക്കരുത്. അതിനു വേണ്ടിയിട്ട് എന്നേക്കും അതിനെ അവസാനിപ്പിക്കാൻ വേണ്ടി ദൈവം വീണ്ടും അനുവദിച്ചു കൊടുക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇവർക്ക് അവിടം വരെ എത്തും വരെ ഇവരുടെ ഭീതി മൊത്തം പർവ്വം വരുമോ എന്നായിരിക്കും. അപ്പം ആ ദൈവത്തിന്റെ മഹത്വം ദൈവം വെളിപ്പെടുത്താൻ അങ്ങനെയാണ്. ശത്രുവിനെ തൽക്കാലത്തേക്ക് മാറ്റിയിട്ടല്ല, എന്നേക്കും നമ്മുടെ ജീവിതത്തിൽ മാറ്റി കളഞ്ഞിട്ടായിരിക്കും നമ്മൾ ആ ദൈവത്തിന്റെ മഹത്വം എടുക്കുന്ന കാണാൻ പറ്റും. അപ്പൊ ഇവിടെ അല്പനേരത്തിൽ ഉപേക്ഷിച്ചെങ്കിലും മഹാകരുണയുടെ ഞാൻ നിന്നെ ചേർത്ത്, ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തെ എന്റെ മുഖം നിനക്ക് മറിച്ച് നിത്യദയോടെ നിന്നോട് കരുണ കാണിക്കണം. അപ്പൊ നിത്യദയോടെ ആ ദയക്ക് ഒരിക്കലും മാറ്റം വരില്ല. നിത്യമായി നിൽക്കുന്ന ദയോടെ നിന്നോട് കരുണ കാണിക്കുന്നത്. ആരെ പറഞ്ഞാൽ വീണ്ടെടുപ്പുകാരൻ യഹോവ അരളിച്ചപ്പോ നമ്മളെ വീണ്ടെടുത്ത യഹോവയെ കുറിച്ച് നേരത്തെ പറഞ്ഞ എന്താ? ഇത് സർവ്വഭൂമിയുടെയും ദൈവമായ യഹോവ അല്ലെ, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? നിന്റെ വീണ്ടെടുപ്പുകാരൻ സർവ്വഭൂമിയുടെയും ദൈവം നമ്മൾ വിളിക്കപ്പെടും. ആ ദൈവമാണ് നമ്മളെ അവിടെ പറഞ്ഞിരിക്കുന്നത് അല്പനേരം. എന്നിട്ട് പറഞ്ഞ ഇത് എനിക്ക് നോക്കയുടെ വെള്ളം പോലെയാകും, നോക്കയുടെ വെള്ളത്താൽ ഇനി ഭൂമിയെ മുക്കിക്കളയുകയില്ല. എന്ന് ഞാൻ സത്യം ചെയ്ത പോലെ ഞാൻ നിന്നോട് കോപിക്കുക, നിന്നെ ഫലിക്കുകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തിരിക്കുന്നു. അവിടെ പറയുന്നത് നോഹയുടെ വെള്ളം വന്ന് കാലത്ത് ഭൂമിയെ മൊത്തം മുക്കിക്കളഞ്ഞ് ഇനി ഒരിക്കലും ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ നിന്നോട് കോപിക്കുകയോ ഇനി നിന്നെ ഭക്ഷിക്കുകയോ ചെയ്യത്തില്ല എന്ന് അതുപോലെ ഞാൻ സത്യം ചെയ്യുകയാണ്. ഇനി ഒരിക്കലും അങ്ങനെ. എന്നിട്ടാ പറയുന്നത് പർവ്വതങ്ങൾ മാറിപ്പോയും കുന്നുകൾ നീങ്ങിപ്പോയെങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുപോകുകയില്ല, എന്റെ സമാധാനം നീങ്ങിപ്പോകില്ല എന്ന് നിന്നോട് കരുണ യഹോവ അരുളിച്ചപ്പം ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കരുണ അത് നമ്മളെ വിട്ടുപോകത്തില്ല എന്ന് സൈന്യങ്ങളുടെ ദൈവമായി യഹോവ തന്നെയാണ് നമ്മൾ അരുളി ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ദൈവം ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മഹാദൈവം കരുണയുമുള്ള ദൈവമാണ് നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുന്നത്. ആ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറിപ്പോകത്തില്ല. ആരൊക്കെ മാറിപ്പോയാലും ദൈവം നമ്മുടെ അടുത്ത് മാറിപ്പോകത്തില്ല. അത് കാരണം എന്താന്ന് വെച്ചാൽ മറ്റുള്ളവരെ പോലെയല്ല ദൈവം നമ്മളെ ആമീൻ സ്വന്തമാക്കിയിരിക്കുന്ന കത്ത് സ്വന്തം രക്തം കൊടുത്ത് സ്വന്തം ജീവൻ കൊടുത്ത് നമ്മളെ വിലക്ക് വാങ്ങിയിരിക്കുന്ന ദൈവത്തിന് ഒരിക്കലും നമ്മൾ ഉപേക്ഷിച്ചു പോകാൻ കഴിയത്തില്ല. മറ്റുള്ളവരൊക്കെ പലപ്പോഴും എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് തോന്നുമ്പോഴാ നമ്മളെ കൊണ്ട് ഉപകാരമുണ്ടെങ്കിലും ഒക്കെ നമ്മുടെ കൂടെ നിൽക്കുമ്പം ദൈവം പറയുന്ന ദൈവം നമ്മളെ സ്നേഹിച്ച് അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിച്ചു. അപ്പൊ എന്ത് കുറവുകളുണ്ടെങ്കിലും എന്ത് തെറ്റുകളുണ്ടെങ്കിലും എന്ത് കുഴപ്പങ്ങളുണ്ടെങ്കിലും ദൈവത്തിന് ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിന്റെ സ്നേഹം അതുപോലെ ചിലതൊക്കെ നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്നേഹിക്കാമെന്നല്ല ദൈവം പറഞ്ഞേക്കുന്നത്. നമ്മൾ ഏത് അവസ്ഥയിലായിട്ട് എന്ത് നമ്മളെ കുറിച്ച് നന്നായി അറിയാം ദൈവം. കാരണം നമ്മുടെ എല്ലാ കുറവുകളോടും കൂടി നമ്മളെ സ്നേഹിച്ച ദൈവം, നമ്മുടെ എല്ലാ കുറവുകളോടും കൂടി തന്നെ നമ്മളെ വീണ്ടെടുത്ത ദൈവമാണ്. ആ ദൈവത്തിന് ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മളെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഒരു കുറ്റങ്ങൾ കൊണ്ട് മാറ്റുക. ദൈവം നമ്മളെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആരൊക്കെ ഉപേക്ഷിച്ചാലും നമ്മൾ ഉപേക്ഷിച്ചു പോകത്തില്ല. ആ ദൈവത്തിന്റെ ദയ നമ്മൾ നീങ്ങി പോകത്തില്ല. അത് എന്റെ സമാധാനം നീങ്ങി നീങ്ങിപ്പോയില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അപ്പൊ ദൈവം നമ്മളോട് അരുളി ചെയ്തിട്ടുണ്ട്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചില കാലഘട്ടത്തിലൂടെ ചില പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ മറന്നു പോകരുത്. ആരൊക്കെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കും, പറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുക. ഞാൻ നിന്നെ എന്റെ ഉള്ളം കരത്തിൽ വരച്ചിരിക്കുന്നു പറഞ്ഞ സർവ്വശക്തി നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തിന് നമ്മുടെ ദൈവത്തെ കുറിച്ചുള്ള എത്രത്തോളം വലിയൊരു ദൈവമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. വചനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.